ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മത്തിക്കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഉലുവയും ജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ചുകൊണ്ടുള്ള ഒരു മത്തിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലേക്ക് പോയാലോ? ആദ്യം തന്നെ മത്തിക്കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അരപ്പ് തയ്യാറാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ടും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ചൂടാക്കിയിട്ടൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഞാൻ കുറച്ച് ഉലുവ കൂടിയാണ്. ഉലുവ ഞാൻ വറുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി കുറച്ച് നല്ല ജീരകം വറുക്കാതെ തന്നെയാണ് ചേർത്തത്. പിന്നെ 4-5 വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഈ അരപ്പ് തയ്യാറാക്കുന്നത് പുളിവെള്ളത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് പുളിവെള്ളം ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിവിടെ പുളിവെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള പുളിവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, അതുപോലെ ഒരു ചെറിയ കഷ്ണം സവാള, ഒരു വലിയ തക്കാളി, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തത്. സവാള വേണമെങ്കിൽ ഒന്ന് ചേർക്കാം. ഞാനിവിടെ 1 കഷ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അരപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർക്കണം. അപ്പോൾ ഞാൻ ആ മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 തണ്ട് കറിവേപ്പിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്തതിന് ശേഷം പിന്നീട് നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താലും മതി. ഈ അരപ്പ് ഞാനിപ്പോൾ ഇടയ്ക്ക് നോക്കിയപ്പം കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഗ്യാസിൽ മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ നമ്മളിത് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മത്തി മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇതിപ്പം ഒരു 10 മത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. 10 മത്തി ഞാൻ 2 കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്കിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് നമുക്കിത് മൂടി വെച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മീൻ കറി ഒരു 15 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കാം. മീൻ കറി നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉലുവേൻ്റെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.